ധ്യാനം 7-ാം അധ്യായം. എല്ലാവരെയും പോലെ ഞാനും മർത്യനാണ്. മണ്ണിൽ നിന്നുള്ള ആദ്യ സൃഷ്ടിയുടെ പിൻഗാമി. മാതൃഗർഭത്തിൽ ഞാൻ ഉരുവായി. ദാമ്പത്യത്തിൻ്റെ ആരംഭത്തിൽ പുരുഷബീജത്തിൽ നിന്ന് ജീവൻ ലഭിച്ചു. 10 മാസം കൊണ്ട് അമ്മയുടെ രക്തത്താൽ പുഷ്ടി പ്രാപിച്ചു. ജനിച്ചപ്പോൾ ഞാനും മറ്റുള്ളവർ ശ്വസിക്കുന്ന വായു തന്നെ ശ്വസിച്ചു. എല്ലാവരും പിറന്ന ഭൂമിയിൽ ഞാനും പിറന്നു വീണു. എൻ്റെ ആദ്യശബ്ദം എല്ലാവരുടേതും പോലെ കരച്ചിലായിരുന്നു. വെള്ളക്കച്ചയിൽ ശ്രദ്ധാപൂർവം ഞാൻ പരിചരിക്കപ്പെട്ടു. രാജാക്കന്മാരുടെയും ജീവിതാരംഭം ഇങ്ങനെ തന്നെ. എല്ലാ മനുഷ്യരും ഒന്നുപോലെയാണ് ജീവിതത്തിലേക്ക് വരുന്നത്. എല്ലാവർക്കും ജീവിത കവാടം ഒന്നു തന്നെ. കടന്നു പോകുന്നതും അങ്ങനെ തന്നെ. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ അനന്തമായ പരിപാലന ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും മക്കളുടെ മേലുണ്ടാകട്ടെ. ഈശോയെ, ശത്രുവിൻ്റെയും മിത്രത്തിൻ്റെയും മുതലാളിയുടെയും തൊഴിലാളിയുടെയും രോഗികളുടെയും ആരോഗ്യമുള്ളവരുടെയും സമ്പന്നനെയും ദരിദ്രൻ്റെയും ഭിക്ഷക്കാരൻ്റെയും സമ്പന്നൻ്റെയും ജോലിയുള്ളവൻ്റെയും ജോലിയില്ലാത്തവൻ്റെയും ഈശോയെ, ആരുടെ തന്നെയായാലും ജീവിതം ഒന്നു തന്നെ. ജീവനിലേക്ക് ഭൂമിയിലേക്ക് വരുന്നതും ഒന്നുപോലെ, തിരിച്ചു പോകുന്നതും ഒന്നുപോലെ, ശ്വസിക്കുന്നതും ഒന്നു തന്നെ, രക്തത്തിൻ്റെ കളറും ഒന്നു തന്നെ. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ അനന്തമായ പരിപാലനയും അങ്ങയുടെ അവസാന വിധിയും ന്യായവും ഒന്നു തന്നെയെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഈശോയെ, ഇന്നതിൻ്റെ വേദനകളും ദുഃഖങ്ങളും നിരാശകളും ഈശോയെ, ഞങ്ങൾ അങ്ങയുടെ അനന്തമായ സ്നേഹത്താൽ ഞങ്ങൾ അങ്ങയോടുള്ള സ്നേഹത്തെ പ്രതി ഞങ്ങൾ സഹിക്കുന്നു, ക്ഷമിക്കുന്നു. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ അനന്തമായ പരിപാലനയും കരവും സംരക്ഷണവും ഞങ്ങൾക്കുണ്ടാകുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഈശോയെ, എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ നിയോഗങ്ങളുടെ മേൽ അങ്ങ് ഇടപെടണേ നാഥ. ഞങ്ങൾക്ക് സഹിക്കുവാനുള്ള ശക്തിയും ക്ഷമിക്കുവാനുള്ള കൃപയും നൽകി അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കൃപയുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്കിതെല്ലാം സാധ്യമുള്ളൂ. ഞാനെന്ന പാപത്തിൽ ഞങ്ങൾക്ക് സ്വന്തമായി ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. ക്ഷമിക്കണമെങ്കിൽ അങ്ങയുടെ കൃപ വേണം. പ്രാർത്ഥിക്കണമെങ്കിൽ അങ്ങ് ഞങ്ങളെ തിരഞ്ഞെടുക്കണം. ഈശോയെ, അങ്ങയുടെ ഞങ്ങൾക്ക് നിസ്സാരമായ സഹനങ്ങൾ തരുമ്പോൾ ഈശോയെ, അങ്ങയെ സ്നേഹിക്കുവാനും വിശ്വസിക്കുവാനും അങ്ങോട്ട് ചേർന്ന് നിൽക്കുവാനും ഞങ്ങൾ കൃപ തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. നിരാശപ്പെടാതെ ജീവിതത്തെ തള്ളിപ്പളഞ്ഞ് തമ്പുരാൻ തന്ന ജീവിതം ഉപേക്ഷിക്കാൻ ഞങ്ങൾക്ക് മനസ്സ് തോന്നാതെ കൃപയുടെ വാതിൽ തുറന്ന് അങ്ങയുടെ കാവൽ മാലാഖമാരെ അയച്ച് ഞങ്ങളെ സംരക്ഷിക്കുന്നതിനെ ഓർത്ത് കോടാനുകൂടി നന്ദി പറയുന്നു.